ഗുഡ് മോർണിംഗ്. OTM ട്രേഡറിൻ്റെ ഇന്നത്തെ ലൈവ് ട്രേഡിംഗ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ സമയം 8:45 കഴിഞ്ഞിട്ടുണ്ട്. മാർക്കറ്റൊക്കെ ഒന്ന് വാച്ച് ചെയ്ത് ലെവൽസൊക്കെ ഒന്ന് നോക്കാം. ഇന്ന് വ്യാഴാഴ്ചയാണ്. നിഫ്റ്റി 50യുടെ എക്സ്പയറി ഡേ ആണ്. ഇന്നലെ ചെയ്ത തെറ്റുകളൊക്കെ നമ്മൾ ഇന്ന് തിരുത്തിയിട്ടായിരിക്കും ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ലെവൽസൊക്കെ ഒന്ന് നോക്കാം. ഇത് ഇന്ത്യൻ മാർക്കറ്റ് ഓപ്പൺ ആയിട്ടില്ലാത്തതുകൊണ്ട് എല്ലാം 0 കാണിക്കണേ. നമുക്ക് ഓൾ ഇൻഡൈസസ് എന്നുള്ള ഓപ്ഷനിലോട്ട് പോയി കഴിഞ്ഞാൽ ഇന്ത്യൻ ആൻഡ് ഗ്ലോബൽ ഇൻഡൈസസ് കാണാൻ പറ്റും. അപ്പോൾ അതിലിപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് ഓപ്പൺ ആയിട്ടില്ല നമ്മൾ നേരത്തെ അവിടെ കണ്ടല്ലോ. അതുപോലെ തന്നെ ഗ്ലോബൽ ഇൻഡൈസസ് ഉണ്ട്. ഗ്ലോബൽ ഇൻഡൈസസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കഴിഞ്ഞ സെഷനിൽ അവരുടെ ട്രേഡിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൽ ഡേറ്റ് ടൈം എല്ലാം കൊടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് അനലൈസ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിൽ ഗിഫ്റ്റ് നിഫ്റ്റി എന്നുള്ളൊരു സെഷൻ, അതായത് ജസ്റ്റ് +1 കാണിക്കുന്നുള്ളൂ, എന്നാലും ഇത് ഗ്രീനിൽ തന്നെയാണ്. പിന്നെ ഡൗ ഫ്യൂച്ചേഴ്സ് 72 പോയിൻ്റ് അപ്പാണ്. പിന്നെ നാസ്ഡാക്ക് ഡൗൺ ആണ്, ഡൗൺ ആണ്. അതായത് US മാർക്കറ്റ് ഡൗൺ ആയിട്ടാണ് കാണിക്കണം. പിന്നെ സിംഗപ്പൂർ അപ്പാണെങ്കിലും പോയിൻറ്റ്സ് കുറവാണ്, പക്ഷെ അപ്പാണ്, ഗ്രീനിലാണ്. നിക്കി ജാപ്പനീസ് മാർക്കറ്റ് അപ്പാണ്. പിന്നെ ഹെങ്സങ് ഡൗൺ ആണ്, ഡാക്സ് ഡൗൺ ആണ്. പിന്നെ UK അപ്പാണ്, ഫ്രാൻസ് ഡൗൺ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് സംഭവം. ഇതാണ് നമ്മുടെ ഗ്ലോബൽ മാർക്കറ്റ് കാണിക്കണം. അപ്പോൾ അതിൽ US മാർക്കറ്റ് ഡൗൺ ആയിട്ട് കാണിക്കണം, UK അപ്പാണ്. പിന്നെ ജർമ്മനി ഫ്രാൻസ് ഡൗൺ ആണ്. പിന്നെ ഏഷ്യൻ മാർക്കറ്റ് ഗ്രീനിലാണ് കാണിക്കണം. അപ്പോൾ ചിലപ്പോൾ അതിൽ നമുക്ക് എന്തെങ്കിലും ഏഷ്യൻ മാർക്കറ്റ് അപ്പായത് കൊണ്ട് അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ നമ്മുടെ മാർക്കറ്റിൽ ചിലപ്പോൾ കാണാം. പിന്നെ US മാർക്കറ്റ് ഡൗൺ ആയതുകൊണ്ട് അതും കാണാം. എന്താണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അതാണ് മാർക്കറ്റ്. എന്തായാലും ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ട് നമുക്കൊന്ന് കെയർഫുള്ളായിട്ട് തന്നെ ട്രേഡ് ചെയ്യാം. പിന്നെ ഇന്ന് എക്സ്പയറി ഡേ ആയതുകൊണ്ട് വലിയ പ്രൊഡിക്ഷനൊന്നും നടത്താൻ പറ്റില്ല. എക്സ്പയറി ഡേ അങ്ങനെയാണ്, നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല. ഭയങ്കരമായിട്ട് ഫ്ലക്ച്വേറ്റ് ചെയ്യും. പിന്നെ ഫ്ലക്ച്വേറ്റ് ചെയ്യാത്ത ദിവസങ്ങളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് നിഫ്റ്റി 50യുടെ ലെവൽസൊക്കെ ഒന്ന് മാർക്ക് ചെയ്യാം. അവിടെ നിന്ന് കയറി നോക്കാം. അപ്പോൾ ഇന്നലത്തെ ട്രേഡിൻ്റെ അവശിഷ്ടങ്ങളാണ് കാണുന്നത്. ഇന്നലെ നമ്മൾ ലോസിലാണ് ക്ലോസ് ചെയ്തത്. അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്യട്ടെ കേട്ടോ. അതൊക്കെ റിമൂവ് ചെയ്ത്, പക്ഷെ മാർക്കറ്റ് നമ്മൾ ഇന്നലല്ല മെനഞ്ഞാന്ന് മാർക്ക് ചെയ്ത ആ മാർക്കിൻ്റെ ഉള്ളിൽ തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത്. പിന്നെ ശരിക്കും ഡൗണിൽ നിന്ന് അപ്പിലേക്ക് പോയിട്ട് വീണ്ടും കുറച്ച് ഡൗൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇന്നലെ ട്രേഡ് ചെയ്തത് ക്ലോസ് ചെയ്തേക്കുന്നത് 24,277 അപ്പ് പോയത് ഹൈ പോയേക്കണത് 24,353 വരെ പോയിട്ടുണ്ട്. ലോ പോയത് 24,145 വരെ ലോ പോയിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി നമ്മുടെ ലോയും ഹൈ ഒക്കെ സെയിം തന്നെയാണ്, ചെറിയ വ്യത്യാസമുള്ളൂ ലോ. പക്ഷേ നമ്മൾ ആ മാർക്കിങ് അങ്ങനെ തന്നെ കീപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ 200 EMA അവിടെ 24,161 നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു ചാൻസ് താഴേക്ക് പോരുകയാണെങ്കിൽ 200 EMA ടച്ച് ചെയ്തിട്ട് മേളിലേക്ക് ബൗൺസ് ചെയ്യാനാണ്. അതല്ല മേളിലേക്ക് ആണെന്നുണ്ടെങ്കിൽ ഇന്ന് മിക്കവാറും ഈ ബ്ലൂ ലൈൻ ക്രോസ് ചെയ്ത് മേളിൽ കയറും അങ്ങനെയാണെങ്കിൽ. ഓക്കെ, പിന്നെ ഇന്ന് ഗ്യാപ്പ് അപ്പാണോ ഗ്യാപ്പ് ഡൗൺ ആണോ എന്ന് ഒന്നും കൂടി നോക്കിയിട്ട് വേണം അത് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എന്തായാലും പ്രൊഡിക്ഷൻ നടക്കില്ല, എന്തായാലും നോക്കി തന്നെ കാണണം. ഇപ്പോൾ 8:55 ആയിട്ടുണ്ട്. ഒരു 20 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ മാർക്കറ്റ് ഓപ്പൺ ആവും. അപ്പോൾ നമുക്ക് മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് ബാക്കി അവിടെ കാണാം. പിന്നെ ഒരു മിനിറ്റ്, അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ഓപ്ഷൻ ചെയിൻ ഒരു വാലിഡേഷൻ നടത്താം. ഓപ്ഷൻ ചെയിൻ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് അതിൻ്റെ ലെവൽസും കൂടി ഒന്ന് നോക്കാം. 24,000 സെയിം അന്നത്തെ പോലെ തന്നെ നല്ല സപ്പോർട്ട് കാണിക്കുന്നുണ്ട്. 24,000 പോയാലും താഴെ പോയാലും 24,000 നല്ല സപ്പോർട്ട് ഉണ്ട്. പിന്നെ 24,200 കുറച്ച് സപ്പോർട്ട് കാണിക്കുന്നുണ്ട്. അതൊക്കെ ബ്രേക്ക് ചെയ്ത് പോകാമെന്നേ ഉള്ളൂ താഴേക്ക് ആണെങ്കിൽ.
പിന്നെ 24,300 സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏകദേശം ഒരേപോലെ തന്നെ നിൽക്കുന്നുണ്ട്. 24,300 സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏകദേശം ഒരുപോലെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് കവർ ചെയ്ത് പോകണമെങ്കിൽ, അതായത് നമ്മൾ മാർക്ക് ചെയ്തേക്കുന്ന ബ്ലൂ ലൈൻ നിൽക്കുന്നത് 24,350 അപ്പോൾ 24,300 കവർ ചെയ്തെങ്കിലാണ് അത് കവർ ചെയ്ത് പോകാൻ പറ്റത്തുള്ളൂ. ഗ്യാപ്പ് അപ്പൊക്കെ ആണെങ്കിൽ പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നേരെ അത് കവർ ചെയ്ത് കയറി പോവും. അങ്ങനെ ഗ്യാപ്പ് അപ്പായി പോയാലും 24,500 നല്ല റെസിസ്റ്റൻസ് ഉണ്ട്. ഇനി നമുക്ക് മാർക്കറ്റ് വാച്ച് ചെയ്തിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ തീരുമാനിക്കാം. ഇപ്പോൾ അപ്പാണെങ്കിൽ അപ്പ് സൈഡിലേക്ക്, ഡൗൺ ആണെങ്കിൽ ഡൗൺ സൈഡിലേക്ക്. നമ്മളിപ്പോൾ ഇന്ന ഒരു ഡയറക്ഷൻ പറഞ്ഞിട്ട് പോയി ട്രേഡ് ചെയ്യാൻ പറ്റാത്തൊരു ഡേ ആണെന്ന്. പിന്നെ ഇവിടെ പ്രൈസൊക്കെ കുറഞ്ഞ് കാണിക്കുന്നുണ്ട്. എന്തായാലും മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് നമുക്ക് നോക്കാം ഏത് ട്രേഡ് എടുക്കണം എന്നുള്ളത് നമുക്കപ്പോൾ നോക്കാം. മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്, പക്ഷേ ഗ്യാപ്പ് അപ്പ് അല്ലായിരുന്നു, ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരുന്നു. നമ്മളെന്തായാലും ചാടിക്കയറി ട്രേഡൊന്നും എടുക്കണില്ല. മാർക്കറ്റ് കുറച്ച് മൂവ്മെൻ്റൊക്കെ നടത്തി അപ്പ് സൈഡാണോ ഡൗൺ സൈഡാണോ എന്നൊക്കെ നോക്കിയിട്ട് എടുക്കണമല്ലോ എന്തായാലും. ഓക്കെ, ഞാൻ ജസ്റ്റ് അതിൻ്റെ ലെവൽ കാണിക്കാൻ വേണ്ടി ഓപ്പൺ ചെയ്ത് റെക്കോർഡ് ചെയ്തതാണ്. അപ്പോൾ ഇനി നല്ലൊരു ട്രേഡ് വരുമ്പോൾ ആ സമയത്ത് തിരിച്ചു വരാം. ഞാനൊരു ട്രേഡ് എടുത്തിട്ടുണ്ട്, പക്ഷേ അത് എടുത്തപ്പോൾ തന്നെ ലോസിലേക്കാണ് പോയത്. എനിക്ക് ആ അപ്പ് സൈഡ് മൊമെൻറ്റം പിടിക്കാൻ പറ്റിയില്ല. ഈ സംഭവം ഞാൻ കണ്ടില്ല. ഞാനിപ്പോൾ ഓപ്പൺ ആക്കി നോക്കിയപ്പോൾ ഇവിടെ നിൽക്കുന്നു. അപ്പോൾ എന്തായാലും അവിടെ നിന്ന് ഞാൻ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. താഴേക്ക് ചിലപ്പോൾ ഈ ഒരു പോയിൻ്റ് വരെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു പോയിൻ്റ് വരെ ഉള്ളത് ക്യാപ്ചർ ചെയ്യാമെന്ന് വെച്ചിട്ട് ഞാനൊരു പുട്ട് സൈഡിലേക്ക് എടുത്തിട്ടുണ്ട്. എന്താവുമെന്ന് കണ്ടറിയണം. നന്നായിട്ട് ഡീക്ക് അടിക്കുന്നുണ്ട്, പിന്നെ നല്ല ഫ്ലക്ച്വേഷൻ ഉണ്ട്. നോക്കാം നമുക്ക്. താഴേക്ക് വരാൻ സാധ്യത കാണുന്നുണ്ട്. പിന്നെ നമ്മുടെ കയ്യിലല്ലല്ലോ. ഇപ്പോൾ പ്രോഫിറ്റ് ആയിട്ടുണ്ട്, അത് നിലനിന്ന് കിട്ടിയാൽ ഓക്കെ. നമുക്ക് ഒന്ന് ചേസ് ചെയ്ത് നോക്കാം, എവിടെ വരെ പോകും നോക്കാം. എന്നാലും അധികം നേരം അത് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. കയറുന്നുണ്ട്. ആ ഒരു പോയിന്റിലേക്ക് എത്തി തുടങ്ങി. അപ്പോൾ അവിടെ ഓക്കെ പോരട്ടെ. അത് പോരുന്നുണ്ട്, നന്നായിട്ട് പോന്നിട്ടുണ്ട്. വെരി ഗുഡ്, നല്ലൊരു ക്യാച്ചാണ്. നല്ല ക്യാച്ചാണ്. എന്തായാലും ഞാൻ ഓക്കെ ഇനി എക്സിറ്റ് ആവാം. ഞാൻ എക്സിറ്റ് ചെയ്ത് 1500 അടിച്ച്. അതിൻ്റെ താഴത്തേക്ക് പോകണ്ട, 200 EMI വരെ ചിലപ്പോൾ അത് പോകും. പക്ഷേ ഞാൻ ഇനി റിസ്ക് എടുക്കുന്നില്ല. നല്ല ക്യാച്ചാണ്, കറക്റ്റ് ടൈമിലായിരുന്നു കേട്ടോ. അടിപൊളി. 1500 അടിച്ച് പൊളിച്ച്. ഓക്കെ, ഇനി മാർക്കറ്റ് എങ്ങോട്ട് പോയാലും അത് എന്നെ ബാധിക്കുന്നതല്ല. ഞാനിനി ഈ വഴിക്കില്ല, ഞാൻ സ്റ്റോപ്പ് ചെയ്യണേ. കാരണം അതാ 200 EMI ടച്ച് ചെയ്തിട്ട് ചിലപ്പോൾ തിരിച്ച് കയറും. നല്ല ഫോള്, കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു. എന്തായാലും പൊളി, കൊള്ളാം. നല്ല ട്രേഡായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. വീണ്ടും താഴേക്കാട്ടോ പോന്നാ. ഇനി ഞാൻ വേറെ ട്രേഡ് എടുക്കുള്ളൂ. ഇനി ട്രേഡ് എടുത്ത് ചിലപ്പോൾ പണി കിട്ടും. അപ്പോൾ ഓക്കെ, ഇന്നത്തെ ട്രേഡ് ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. സിറ്റായതിനു ശേഷം വീണ്ടും മാർക്കറ്റ് താഴേക്ക് പോകുന്നത്. പക്ഷെ ഞാൻ എൻട്രി ഒന്നും വേറെ എടുത്തില്ല. കാരണം ഇനി എൻട്രി എടുത്തിട്ട് പിന്നെ തിരിച്ച് കയറി കഴിഞ്ഞാൽ ഇപ്പോൾ കിട്ടിയതും കൂടി ഇല്ലാണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ അതിലേക്ക് പോയില്ല. കാരണം ഇപ്പോൾ കിട്ടിയത് തന്നെ ശരിക്കും ബമ്പർ ലോട്ടറി പോലെയാണ്. ഒരു 150% മേളിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ തൃപ്തനായി. പക്ഷെ എന്നാലും ഞാൻ മാർക്കറ്റ് എവിടെ വരെ പോയി എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും ഇത് റെക്കോർഡ് ചെയ്തത്. ഓക്കെ, മാർക്കറ്റ് നന്നായിട്ട് താഴെ പോയിട്ടുണ്ട്.
അതായത് 200 EMA ക്രോസ് ചെയ്ത്. അത് മാത്രമല്ല ഇന്നലെ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആ പ്രീവിയസ് ഡേയ്സിൻ്റെ ലോ ഒക്കെ ക്രോസ് ചെയ്ത് താഴെ പോയി. പക്ഷേ എനിക്ക് തോന്നുന്ന ഈ ഒരു ഗ്യാപ്പ് എന്തായാലും അത് ഫില്ല് ചെയ്യാണ്ട് ഇനി ചിലപ്പോൾ തിരിച്ച് കയറി പോരില്ല. ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് ഈ ബ്ലൂ മാർക്ക് ചെയ്യുന്നതായിരിക്കും ചിലപ്പോൾ ഇനി മാർക്കറ്റ് കയറി പോവുക. ചിലപ്പോൾ കുറച്ച് നേരം കൂടി ഇവിടെ നിന്ന് കളിക്കും, എന്നിട്ട് വീണ്ടും താഴേക്ക് പോരുമായിരിക്കും. എന്തായാലും ഞാനിനി ട്രേഡൊന്നും പ്ലാൻ ചെയ്യുന്നില്ല. ഞാനിനി കിടന്നുറങ്ങട്ടെ. അപ്പോൾ അടുത്തൊരു ട്രേഡിംഗ് സെഷനിൽ വീണ്ടും കാണാം. ബൈ.